അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനില്ല, ഫ്ലെക്സിൽ മന്ത്രി മാത്രം. അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയവരാണ് സർക്കാരിലും ദേവസ്വം ബോർഡിലും ഉള്ളതെന്നാണ് ഇന്ന് സതീശൻ കസർത്തത്. 4 കിലോ സ്വർണം അടിച്ചു മാറ്റിയവർ തന്നെ അയ്യപ്പ സംഗമം വിളിച്ചു ചേർക്കുമ്പോൾ എങ്ങനെ പറയാതിരിക്കും അല്ലെ? വിഷയം എന്തായാലും സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തെങ്കിലും അത് സഭയിൽ നിഷേധിക്കുകയായിരുന്നു. ശ്രീകോവിലിലെ ശില്പം പൊതിഞ്ഞ സ്വർണപാളി അനുമതിയില്ലാതെ കൊണ്ടുപോയെന്നും സ്വർണപാളിയുടെ തൂക്കം 4 കിലോഗ്രാമോളം കുറഞ്ഞു എന്നത് കണ്ടെത്തിയത് വിശ്വാസ സമൂഹത്തിൽ കടുത്ത ആശങ്ക ഉണ്ടാക്കി എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനും ചർച്ച നടത്താനും അനുമതി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് അംഗീകരിക്കാതിരുന്നതോടെ പ്രതിപക്ഷം അങ്ങ് ഇറങ്ങിപ്പോയി. എങ്ങനെ നിഷേധിക്കാതിരിക്കും? സഭയിൽ ചർച്ചയായാൽ നാണക്കേട് ഉറപ്പല്ലേ? സർക്കാരിന്റെ ചിലരും ദേവസ്വം ബോർഡിലെ ചിലരും ഹൈക്കോടതി അറിയാതെയാണ് 4 കിലോഗ്രാമോളം സ്വർണം കൊള്ളയടിച്ചത്. എന്നിട്ടാണ് അയ്യപ്പ സംഗമം നടത്തുന്നത്. ഈ സ്വർണം എവിടെ പോയെന്ന് കേരളത്തിലെ അയ്യപ്പ ഭക്തരോടും വിശ്വാസികളോടും പറയേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ഇതിന്റെ പാപം മറയ്ക്കാനാണോ അയ്യപ്പ സംഗമം എന്നാണ് സതീശൻ ആഞ്ഞടിച്ചിരിക്കുന്നത്. പ്രധാനമായും 3 ചോദ്യങ്ങളാണ് തങ്ങൾക്ക് ചോദിക്കാനുള്ളതെന്നാണ് സതീശൻ പറയുന്നത്. ആചാര ലംഘനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറുണ്ടോ? നാമജപഘോഷയാത്ര ഉൾപ്പെടെ അന്ന് സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറുണ്ടോ? 10 കൊല്ലം തീരാറാവുമ്പോൾ ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണോ എന്ന 3 ചോദ്യങ്ങൾക്കാണ് പ്രതിപക്ഷം ഉത്തരം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 9 കൊല്ലം വരെയും ശബരിമലയുടെ വികസനത്തിന് പ്രാധാന്യം കൊടുക്കാത്തവർ ഇപ്പോൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വരുന്നത് ശരിക്കും വോട്ട് പെട്ടി ലക്ഷ്യത്തെ മുൻനിർത്തി ആയിരിക്കാം എന്നത് സത്യം തന്നെയാണ്. ഒരു കുടക്കീഴിൽ വിശ്വാസ സമൂഹത്തെ മുഴുവൻ ഒരുമിപ്പിക്കാമെന്ന ഒറ്റ ലക്ഷ്യത്തോടെ നീങ്ങുന്ന സർക്കാരിന് തീർച്ചയായും ഒരു വെല്ലുവിളി തന്നെയാവുകയാണ് സ്വർണപ്പാളി വിഷയം. എന്തായാലും സ്വർണപ്പാളി വിഷയത്തിൽ ഉത്തരം കിട്ടിയിട്ട് മാത്രമേ അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കണോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കൂ എന്നും സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സുതാര്യതയില്ലാത്ത ദുരൂഹത മാത്രമുള്ള സംഗമത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നാണ് എന്തായാലും പ്രതിപക്ഷത്തിന്റെ ആഹ്വാനം.